ഹലോ കൂട്ടുകാരെ, മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കൊണ്ടൊരു വെറൈറ്റി പിടിച്ചാലോ? പഴയത് തന്നെ ആക്കാതെ ഒന്ന് പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ റെസിപ്പി ആക്കിയാലോ? ആദ്യം തന്നെ ഇതേപോലെ നമ്മളുടെ ഇപ്പി പാക്കറ്റ് എടുക്കാം. ഇത് 2 ഇതുള്ള നൂഡിൽസുള്ള ഒരു ഇപ്പി പാക്കറ്റാണ്. ആവശ്യാനുസരണം എടുക്കാം. ഇതേപോലെ വെള്ളം എടുത്തിട്ട് ഒരു ചെറു ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഇതേപോലെ 2 ഇപ്പിയും കൂടി അങ്ങോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, ഒരു മീഡിയം ടൈപ്പിലൊന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ തിളച്ച് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, ഒരു മീഡിയം ടൈപ്പിൽ വെന്തെടുക്കണം. കാരണം നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം ഇപ്പം ഇതേ പരുവത്തിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, ഒരു മീഡിയം ടൈപ്പിൽ വെന്തത ഇതുപോലെ എടുത്ത് തിളക്കാൻ മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് വേറെ നമ്മളൊരു മസാല കൂട്ടിട്ട് റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു പാത്രം വെച്ചതാ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒത്തിരി അങ്ങ് എണ്ണ ഒഴിച്ച് കൊടുക്കരുത്, അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്ത് വരുമ്പോഴേക്കും ഇതേപോലെ നല്ല കനം കുറഞ്ഞ് ഇതുപോലെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരറ്റ് കൂടി അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റിൻ്റെ ആ പച്ചമണം ഒന്ന് പോയിട്ട് അത്യാവശ്യം ഒന്ന് വെന്ത് വരണം. ഇതേപോലെ ചെറുതായിട്ട് അരിയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. അതേപോലെ കട്ടി കുറഞ്ഞ പരുവത്തിൽ കുറച്ച് ക്യാബേജുടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആയിക്കോട്ടല്ലേ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതൊന്ന് പച്ചമണം എല്ലാം മാറിപ്പോയി വരുമ്പോഴത്തേക്കിനും ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാതെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇതേപോലെ ആവി പറക്കുന്ന രീതിയിൽ നല്ലപോലെ ക്യാബേജും ക്യാരറ്റും എല്ലാം വെന്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കുറച്ച് ഉപ്പിട്ട് വേവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഞാൻ ഉപ്പിടുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഉപ്പിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റിലും ക്യാബേജിലും എല്ലാം ഉപ്പുപൊടി പിടിക്കും. അതൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് മെയിനായിട്ടുള്ള 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം മാഗിയിൽ കുറച്ച് മുട്ടയും കൂടി ചേരുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ മുട്ടയും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം കട്ട പിടിക്കാതെ തന്നെ മുട്ടയെല്ലാം അതിലേക്ക് യോജിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടണം. ആ ടൈമിലാണ് ഞാൻ കുറച്ച് കൊത്തി എരിഞ്ഞ സവോളയും കൂടി ചേർക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, ഒരു പൊടിക്ക് മതി. കാരണം മാഗിയിൽ സവോള ഒത്തിരി ഇടുന്നത് അത്ര നല്ലതല്ല. അതെല്ലാം കൂടി വഴന്ന് വരുമ്പോഴത്തേന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് പാനിലോട്ട് മാറ്റിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ഇതേപോലെ ഒന്ന് വഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മെയിനായിട്ട് വേണ്ടത് നമ്മളുടെ മാഗി മസാലയാണ്. മാഗി മസാല 2 പാക്കറ്റാണ്. കാരണം 2 എണ്ണമുള്ള നൂഡിൽസ് പാക്കറ്റായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അതിൽ 2 മസാല കിട്ടും. അപ്പോൾ ആ 2 മസാലയും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണ്ണെല്ലാം പോകുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ മാഗി മസാല ക്യാരറ്റിലും ക്യാബേജിലും ആ മുട്ടയിലും എല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും തണുക്കാനായിട്ട് മാറ്റി വെച്ച നമ്മളുടെ യിപ്പി നൂഡിൽസ് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം കട്ട പിടിക്കാതിരിക്കാനായിട്ട് തണുത്ത വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ആകുമ്പോൾ കട്ട പിടിക്കാതിരുന്നോളൂ. അപ്പോൾ ഇതേപോലെ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ വെജിറ്റബിൾസ് ക്യാപ്സിക്കോ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ 2 മുട്ടയും. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഒത്തിരി അങ്ങ് ഇളക്കി കൊടുക്കാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉടയാതെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ചൂട് പുറക്കുന്ന നൂഡിൽസിലേക്ക് നമ്മളുടെ ക്യാരറ്റും ക്യാബേജും മുട്ടയും മസാലയും കൂടി എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചേർന്ന് പിടിക്കുന്നുണ്ട്. കാരണം ചെറിയൊരു തീയിലിട്ട് ചെയ്താൽ മതി. കാരണം ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. അങ്ങനെ അതൊന്ന് യോജിപ്പിച്ച് വരുമ്പോഴേക്കും ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മാഗി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒരു ബിരിയാണി ലുക്കില്ലേ, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫിനിഷിങ്ങിന് വേണ്ടി കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെറൈറ്റി ആയിട്ടുള്ള ഒരു യിപ്പി മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.